സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. സയൻസ് ഡ്രോപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സയൻസ് ഡ്രോപ്സിൻ്റെ മുൻ വീഡിയോകളിൽ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടതായ പല വിവരശേഖരണം എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും ഈ വീഡിയോ തീർച്ചയായും പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം വിവാഹ ക്ഷണക്കത്തുകൾ വരാറുണ്ട്. ഇത് നമുക്ക് വിവരശേഖരണത്തിനായി എപ്രകാരത്തിൽ ഉപയോഗപ്പെടുത്താമെന്നതാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അധ്യാപകർക്ക് ഈ പ്രവൃത്തി വളരെ പ്രയോജനകരമാണ്. ഓരോ വർഷവും കുട്ടികൾ മാറി മാറി വരും. അവർക്കാവശ്യമായ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് നൽകാനുള്ള വായനാക്കുറിപ്പുകളായി ഈ ശേഖരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ശേഖരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം വിവാഹ ക്ഷണക്കത്തുകളാണ്. ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എല്ലാം ശേഖരിച്ച് വർഷങ്ങളായി സൂക്ഷിക്കുന്നവയാണ്. ഇത് എപ്രകാരമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഈ പത്രവാർത്ത നോക്കൂ. ആശങ്കയായി തീവ്ര കാലാവസ്ഥാ മാറ്റങ്ങൾ. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വിവരശേഖരണത്തിനായി ഇത് എങ്ങനെയാണ് വെട്ടിയെടുത്ത് ഇതിൽ സൂക്ഷിച്ചു വെക്കേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കൂ. പത്രങ്ങളിലോ മാസികകളിലോ നമുക്ക് അനുയോജ്യമാണെന്ന് കാണുന്ന വാർത്തകൾ ആദ്യം ശേഖരിക്കണം. ഈ വാർത്തയുടെ തലക്കെട്ട് അഥവാ ഹെഡിങ് അനുയോജ്യമായ രീതിയിൽ വെട്ടിയെടുത്ത ശേഷം വിവാഹ ക്ഷണക്കത്തിൻ്റെ കവറിൻ്റെ പുറത്ത് ഒട്ടിക്കണം. ഹെഡിങ് വെട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്കെച്ച് പെന്നുകൊണ്ട് എഴുതിയാലും മതി. ഹെഡിങ് മുറിച്ചെടുത്തു കഴിഞ്ഞു. ബാക്കി വരുന്ന പ്രധാന ഭാഗങ്ങൾ, അതിലെ ലേഖനങ്ങളും ചിത്രങ്ങളും ക്രമമായി വെട്ടിയെടുക്കണം. ഇപ്രകാരം വെട്ടിയെടുക്കുന്ന ഭാഗങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി മനസ്സിലാക്കൂ. തുടർച്ചയായി വരുന്ന ഭാഗം അതിനോട് ചേർന്നു തന്നെ ഒട്ടിക്കുവാൻ ശ്രദ്ധിക്കണം. ലേഖനത്തിലെ ഉപതലക്കെട്ടുകൾ അല്ലെങ്കിൽ സബ് ഹെഡിങ് അനുസരിച്ച് ഭാഗങ്ങൾ മുറിച്ചെടുക്കണം. ഇപ്പോൾ ഈ ലേഖനത്തിലെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി മുറിച്ചെടുത്തു കഴിഞ്ഞു. പത്രത്തിൽ നിന്ന് വെട്ടിയെടുത്ത ഭാഗങ്ങൾ ചാർട്ട് പേപ്പറിലോ കനം കുറഞ്ഞ ചട്ടയിലോ ഒട്ടിക്കാവുന്നതാണ്. കല്യാണക്കത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഇതിനായി പ്രയോജനപ്പെടുത്താം. ഒട്ടിച്ചതിന് ശേഷം ചാർട്ട് പേപ്പറിലെ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ബാക്കി ഭാഗം മുറിച്ചു കളയണം. ഇപ്രകാരം എല്ലാ കഷ്ണങ്ങളും ഒട്ടിക്കണം.
ഇപ്പോൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള കുറിപ്പുകൾ തയ്യാറായി. ഇപ്രകാരം നിർമ്മിച്ച ഈ കഷ്ണങ്ങളെല്ലാം കവറിനകത്ത് സൂക്ഷിച്ചു വയ്ക്കാം. ആവശ്യമായ സന്ദർഭങ്ങളിൽ അധിക വിവരശേഖരണത്തിനോ കുറിപ്പുകൾ തയ്യാറാക്കുന്നതിനോ ഇവ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിർമ്മിച്ച നിരവധി വിവരശേഖരണ കുറിപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വീഡിയോ കണ്ടുവല്ലോ. പലപ്പോഴും പത്രവാർത്തകളിൽ നിന്നും കിട്ടുന്ന ചില ആശയങ്ങൾ നമ്മൾ വെട്ടിയെടുത്ത് നോട്ട് ബുക്കുകളിൽ ഒട്ടിച്ചു വയ്ക്കാറുണ്ട്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് കേടുവന്നു പോവുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായി, ഞാൻ 10 വർഷം മുൻപേ തുടങ്ങിയതാണ്. അന്നു മുതൽ ശേഖരിച്ച പല കെട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കുന്നവ വളരെ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ കാലശേഷം അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ കൂടി ഇത് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.